ഇത് അമ്മമ്മയുടെ സ്പെഷ്യൽ ഉണക്കമീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്നത് പച്ചക്ക വേണം, നല്ല ഒരു കൈ ഉള്ളി വേണം, കൊച്ചുള്ളി, പിന്നെ ഉലുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇതിനൊക്കെ കൃത്യമായ അളവുകൾ അമ്മാമ്മയ്ക്കുണ്ട്. അതിൽ കൂടാൻ പാടില്ല. കറിക്ക് നിറം കറക്റ്റായിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഇടുന്ന പൊടിയുടെ മണം ആ കറിയുടെ പൊടിയുടെ അളവിനനുസരിച്ചായിരിക്കും മണം വരുന്നത്. ഇല്ലെങ്കിൽ ഒരു കുത്ത് സ്മെല്ല് വരും. അതാണ് അമ്മാമ്മയുടെ അഭിപ്രായം. പിന്നീട് തക്കാളി അരിഞ്ഞിടുന്നുണ്ട്. തക്കാളി അരിയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അമ്മാവൻ പറയുന്നുണ്ട്, ഒരു മുരിങ്ങയ്ക്കയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കറി നന്നായിരുന്നേനെന്ന്. പക്ഷേ അന്ന് മുരിങ്ങയ്ക്ക ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. പുളിയും പിഴിഞ്ഞൊഴിക്കണേ. പുളി പിഴിഞ്ഞൊഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാം കൃത്യമായിരിക്കണം, അളവ് തെറ്റാൻ പാടില്ല. കറിയുടെ നിറം വെച്ചിട്ട് നിങ്ങൾ ഏകദേശം മുളക് പൊടിയൊക്കെ ആ ഒരു രീതിയിൽ എടുത്താൽ മതി കേട്ടോ. ഞാൻ എൻ്റെ കണക്കിന് മീൻകറിക്ക് 2 സ്പൂൺ മുളക് പൊടി ഇടുന്നത്. അപ്പം ഞാൻ ആ ഒരു കണക്കിന് ഇട്ടപ്പോൾ എന്നെക്കൊണ്ട് അമ്മാവ് മുളക് പൊടി തിരിച്ചടിപ്പിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, തേങ്ങ ഞാൻ മുമ്പേ അരച്ചിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും, അതിൽ നിന്ന് മുളക് പൊടി എന്നെക്കൊണ്ട് തിരിച്ചടിപ്പിച്ചു. ഞാൻ പറഞ്ഞു, അമ്മമ്മ ഒരു കാര്യം ചെയ്യാതെ എടുത്ത് കയ്യിലെടുത്തിട്ട് ആ വാഷ് ബേസിനിലോട്ടങ്ങ് കളഞ്ഞേക്കാൻ പറഞ്ഞു മുളക് പൊടി. അമ്മമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കണക്കിന് വഴക്ക് കേട്ടു. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പാഴ്ചെലവ് എന്തിനാ, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത്, ഒരു സാധനം എന്ന് വെച്ചാൽ അത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടാണ് ഓരോന്നും ചെയ്യുന്നത്, നിങ്ങൾക്ക് അതൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് എനിക്ക് കേട്ട്. അപ്പം അത് സത്യമാണ്. പിറ്റേ ദിവസം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ആ മുളക് പൊടി എടുത്തിട്ടാണ് പിറ്റേ ദിവസം ഞാൻ മീൻകറി വെച്ചത്. അമ്മമ്മ അങ്ങനെ ഇതെല്ലാം ചേർത്ത് പുളിയും പിഴിഞ്ഞൊഴിച്ച് ഉപ്പ് ഇട്ട് അമ്മമ്മ സാധനം അടുപ്പയിലാക്കി. കറിക്ക് മണമെന്ന് വെച്ചാൽ ഗേറ്റിന് പുറത്ത് നിൽക്കുമ്പോഴേ മണം അങ്ങ് അടിക്കുമായിരുന്നു. ഒന്നാമത് ഓപ്പൺ കിച്ചൺ, പിന്നെ ഈ കറിയുടെ മണം കൂടെ വരുമ്പോൾ പറയണ്ടല്ലോ. അമ്മമ്മ ഇറക്കാൻ നേരത്ത് അതിനകത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് ഇറക്കി. കറി നന്നായിട്ട് വറ്റണം അമ്മമ്മയ്ക്ക്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. 3-4 ചട്ടൻ ചോറുണ്ട്. നല്ല രുചിയായിരുന്നു.